പഠിപ്പിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങൾ. നമ്മൾക്ക് വേണ്ടുന്നത് നമുക്ക് എടുക്കാം. നമ്മുടെ സ്വബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമേ അല്ല. പലരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മുതലാകും? പ്രത്യേകിച്ച് DHA കൊടുക്കുമ്പോഴാണ് എന്നോട് ചോദിക്കാറുള്ളത്, സിസ്റ്റർ നിങ്ങൾക്ക് എങ്ങനെ ഇത് മുതലാകും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, എനിക്കെന്ത് മുടക്കാണ് ഇതിലുള്ളത്? മുടക്കിയവന് മുതലാകുന്നെങ്കിൽ പിന്നെ എനിക്കെന്താണ് സാറേ? കാരണം നമുക്കിത് കൈ കിട്ടുന്നത് മറ്റൊരാളിൽ എത്തിച്ചു കൊടുക്കുക. അവർക്ക് അതിന്റെ ആവശ്യമുണ്ട്, നമ്മൾ അതിനെ തിരിച്ചറിയുന്നു. അവരുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നു. നമ്മൾ ആ ഇടനിലക്കാരന്റെ പണി, പരസ്യക്കാരന്റെ പണി നമ്മൾ എടുക്കുന്നത് കൊണ്ട് നമുക്ക് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോരുമ്പോൾ പേഴ്സ് നിറച്ച് പൈസയായിട്ട് തിരിച്ചു പോരാം. ഞാൻ അങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി, ഒരു 100ഒന്നുമല്ല 200% ഇഷ്ടത്തോടു കൂടി ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇതിനകത്ത് പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാല്, ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്, യുണീക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം. അതിൽ പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കാം, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് എന്താണെന്ന് അറിഞ്ഞു പഠിക്കാം. ബിസിനസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് പറയുന്ന ബേസിക് ആയിട്ടുള്ള 6 കാര്യങ്ങൾ, അത് മാത്രം മതി ബിസിനസ്സിലേക്ക് ചെല്ലാൻ. നമ്മൾ അറിയാതെ ബിസിനസ്സിലേക്ക് പോകും. പൈസ ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. സ്വന്തം ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്നവരുടെ ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ് അനുസരിച്ച് പല തിരിച്ചറിവുകളും കിട്ടിയെങ്കിലും തടി കേടാവാതിരിക്കാനുള്ള തിരിച്ചറിവ് കിട്ടിയത് RCMൽ വന്നതിന് ശേഷം മാത്രമാണ്. അത് സമ്മതിക്കാതെ പറ്റില്ല. നമ്മുടെ ഈ തടി കേടായാൽ നമുക്ക് തന്നെ തിരിച്ചറിവില്ല ഇത് എവിടെയാണ്, ഏത് ആശാരിയുടെ അടുക്ക കൊണ്ടുപോയാൽ ഇത് നേരെയാകുമെന്നറിയില്ല. പക്ഷെ ഇത് സ്വയം നന്നാക്കാൻ കഴിവുള്ള ഒരു തടിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് വരാനിടയായത് ഇതിൽ കണ്ട ഒരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ ലിവ് വിതൗട്ട് മെഡിസിൻ, ഒരു പൊടി മെഡിസിൻ എടുക്കുമ്പോഴും ജീവിക്കുന്നതോ ജീവിക്കാതിരിക്കുന്നതോ ഒന്ന് തിരിച്ചറിയാൻ പാടില്ലാത്തൊരവസരത്തിൽ ഈ കാട്ടിലേക്ക് കടന്നുകൊണ്ട് തന്നെ ഞാൻ കണ്ടൊരു വീഡിയോ ആണ് എനിക്കിതിനേക്ക് വഴിതിരിച്ചത്. അത് കൂടുതൽ വഴിവിളക്കായത് സുരേഷ് സാറിന്റെ ക്ലാസ്സുകളും. ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ് വീരാങ്കന ക്ലബിലേക്ക് ജോയിൻ ചെയ്തതെങ്കിൽ വളരെ വിശദമായിട്ട് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിനെ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആയുർവേദ പ്രൊഡക്റ്റിനെ പറ്റി പഠിച്ചു. മല്ലിയും മുളകും ഉപ്പൊന്നും വിൽക്കാൻ അധികം ഒന്നും പഠിക്കേണ്ട, പക്ഷെ നമ്മൾ മനുഷ്യന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതെന്താണ് കൊടുക്കുന്നത്, ആ കൊടുക്കുന്നത് ആളിന് എങ്ങനെ ഉപകാരപ്പെടും, അതിന്റെ കണ്ടന്റ് പൂർണ്ണമായിട്ട് എന്താണ്, ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ എന്ത് ഗുണം കിട്ടും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തും നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള വിഷയം മധുസയ്യം. അതിനെ നമുക്ക് മധുസന്യം എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ പേര് മധുസയ്യം എന്നാണ്. മധുസയ്യം ഏകദേശം 4 മുതൽ 5 വർഷത്തെ റിസർച്ചിന് ശേഷം നമുക്കൊരു RCMന് നമുക്കൊരു റിസർച്ച് വിങ് ഉണ്ട്. ന്യൂട്രിചാർജിന് വേറെ റിസർച്ച് ഉണ്ട്, RCMന് വേറെ റിസർച്ച് ഉണ്ട്, ഗാമ റൈസിനോള് വേറെ റിസർച്ച് വിഭാഗമുണ്ട്. നല്ല രീതിയിൽ ക്ലിനിക്കൽ എവിഡൻസോടുകൂടി ഒരുപാട് പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അത് പുറത്തിറക്കിയിരിക്കുന്നു. നമുക്കറിയാം, പുറത്ത് ഫാർമസ്യൂട്ടിക്കൽസിന്റെ മരുന്ന് ഒരു ആള് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, മോളിക്യൂൾസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് മനുഷ്യനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. നമ്മുടെ സ്റ്റഡി ആ ഒരു വിഭാഗത്തിലല്ലായിരിക്കും. നമ്മുടെ സ്റ്റഡി കുറെ സ്റ്റഡീസിന്റെ റിപ്പോർട്ട് എടുത്ത് അതിനെ വീണ്ടും സ്റ്റഡി ചെയ്തതാണ് നമ്മളുടെ റിസർച്ച് കൂടുതലും, പ്രത്യേകിച്ച് ന്യൂട്രിചാർജിന്റെ കാര്യത്തില്. ഇവിടെ ഈ നമുക്കറിയുന്ന വിഷയങ്ങൾ, അറിയുന്ന സാധനങ്ങളാണ്, വീട്ടിലുള്ളതോ നമ്മളുടെ പൊതു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. പാവയ്ക്ക, പച്ചമാങ്ങ, കറ്റാർവാഴ, എല്ലാ മുറ്റത്തും ഉണ്ട്. കറ്റാർവാഴ, ആര്യവേപ്പ്, ഇതിന്റെയൊക്കെ സത്തുകള് മരുന്ന് രൂപത്തിൽ നമുക്ക് എടുത്ത് തരണമെങ്കിൽ വെറുതെ അങ്ങ് തന്ന, നമ്മുടെ മുറ്റത്ത് ആര്യവേപ്പ് നിപ്പുണ്ട്, എത്ര പേര് ഒരു ആര്യവേപ്പിന്റെ ഇല രാവിലെ കഴിക്കും? കഴിക്കില്ല. പക്ഷെ അത് നമുക്ക് മരുന്നിന്റെ രൂപത്തിലാക്കി കിട്ടണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രവൃത്തികളുണ്ട്. അങ്ങനെ ഒരുപാട് നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഈ കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറിനേക്കാൾ മാരകമായ പ്രമേഹം എന്ന രോഗത്തെ ഇല്ലാതാക്കാൻ, പ്രമേഹം വന്നവരിൽ നിന്ന് അത് മാറ്റാൻ, വരാത്തവർക്ക് ഒരു സംരക്ഷണം നൽകാൻ, അവർക്ക് തിരിച്ചറിവ് കൊടുക്കാനൊക്കെ കൂടി കമ്പനി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തന്നിരിക്കുന്നത്. പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ അധികമൊന്നുമില്ല, പക്ഷെ
നമ്മൾ അതിനു മുമ്പ് അറിയേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. എന്താണ് പ്രമേഹം? കുറച്ച് സയൻസ്, ഉറങ്ങിപ്പോവരുത്, ദേഷ്യം വരരുത്. സയൻസ് പഠിക്കാനിരിക്കുമല്ല, മധുസംയം കൊടുക്കാൻ പറ്റില്ല. മധുസംയം എന്തിനാണ് കൊടുക്കുന്നതെന്നാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. ഓക്കെ. അപ്പോ പ്രമേഹ രോഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോ ചെറുപ്പക്കാരിൽ വളരെയധികമാണ്. 25 വയസ്സിൽ പ്രമേഹം വരിക എന്ന് പറഞ്ഞാൽ ജീവിതം ഒന്നും ആയിട്ടില്ല. പ്രമേഹം എന്ന് പറഞ്ഞാൽ പ്രിസൺ എന്നാണ്, ജയിൽ ജീവിതം എന്നാണ്. ജീവിതകാലം മുഴുവൻ ജയിൽ ജീവിതം നയിക്കുക, ഭയങ്കരമായ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കുക. അതൊന്നും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. ഇന്നലെ ഞാനൊരു ചടങ്ങിൽ പങ്കെടുത്തു. നല്ല ഷുഗർ ഉള്ള ആൾക്കാര്, നല്ല ഷുഗർ എന്ന് പറഞ്ഞാൽ 250 മേളില്, 2ഉം 3ഉം ഐസ്ക്രീം വാങ്ങിച്ച് തിന്നിട്ട് പറയണേ പ്രമേഹത്തിന് ഇന്ന് അവധിയാന്നാ പറയുന്നത്. ചോറൊക്കെ കഴിക്കുന്നതിന് കണക്കില്ല. ഇന്നത്തെ ദിവസം പ്രമേഹത്തിന് അവധിയാണ്. കണ്ണ് കാണുന്നില്ല, കണ്ണാടി വെക്കുന്നില്ല, അതൊക്കെ മോശ. ഈ പ്രായത്തിൽ കണ്ണാടി വെക്കാൻ പോകുന്നത് അതിന്റെ ആവശ്യമില്ല. സ്വയം നശിപ്പിച്ചുകൊണ്ടാണ് ജീവിതം ആസ്വദിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ തെറ്റായ ധാരണകൾ. ഒരു കൂട്ടര് പറയും ഷുഗർ ഒക്കെ ഉണ്ട്, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ മരുന്ന് എന്തായാലും എടുക്കില്ല, ഇംഗ്ലീഷ് മരുന്ന് എടുത്താൽ അവസാനം വരെ എടുക്കേണ്ടി വരും. ആ പറച്ചിലും സ്റ്റൈലും ഒക്കെ വളരെ രസമാണ്. എന്തോ വലിയ മലമറിക്കുന്ന കാര്യം ചെയ്യുന്ന പോലാണ്. ഞാനൊന്നും കഴിക്കൂല, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ കൊള്ളൂല, സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഷുഗറിന്റെ സൈഡ് എഫക്റ്റിനോളം വരില്ല ഇംഗ്ലീഷ് മരുന്നിന്റെ സൈഡ് എഫക്റ്റ്. ക്യാൻസർ ഒരു അവയവത്തിൽ ബാധിച്ചാല് അതിനെ നമുക്ക് മുറിച്ച് കളയാം, കരിച്ചു കളയാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഷുഗറിനെ എവിടെ ചെന്ന് പിടിക്കും? ഒഴുകുന്ന രക്തം, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും രക്തം ഒഴുകിയെത്തുമ്പോൾ ഈ പ്രമേഹം എന്ന അസുഖം ഏത് അവയവത്തെയാണ് ബാധിക്കാതിരിക്കുക? പ്രമേഹമുണ്ടെന്ന് തിരിച്ചറിയുന്നതിനുള്ളിൽ തന്നെ 20% കാഴ്ച വൈകല്യം സംഭവിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ ആ കാഴ്ചയുടെ വികല്പം കൊണ്ടായിരിക്കാം ഷുഗർ ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് പോലും. ശരീരത്ത് കുരുക്കൾ വരിക, വിട്ടുമാറാത്ത ചൊറിച്ചിൽ വരിക, ചില കാരണങ്ങൾ, ചിലർക്ക് ദാഹം, ചിലർക്ക് മൂത്രമൊഴിച്ചിൽ. പണ്ടൊക്കെ മൂത്രമൊഴിയുടെ അസുഖം എന്നാ പറയുക. രാത്രികാലങ്ങളിൽ ഒരുപാട് മൂത്രം പോവുക, ഇതൊക്കെ ശരീരത്തിന്റെ പ്രക്രിയകളാണ്. നമ്മളോട് പറയാൻ, ശരീരത്തിന് എന്തോ പറയാനുണ്ട്, ആ പറയുന്ന ഭാഷകളാണ് ഈ സിംറ്റംസ് എന്ന് പറയുന്നത്, രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ലക്ഷണം പോലും ഇല്ലാതെ ഒരുപാട് നാൾ ഇത് കൊണ്ട് നടക്കപ്പെടും എന്നുള്ളതാണ് സത്യം. ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഇതാണ് മധുസംയം രസ്. ഇതിനോടകം എല്ലാവരും ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. ചിലർക്ക് ചില പരാതികളും ഒക്കെ പറയുന്നുണ്ട്. ആക്ച്വലി പരാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നേരെ ഇത് കുടിച്ചത് കൊണ്ട് മാത്രം നമുക്ക് പെട്ടെന്ന് ഷുഗർ കുറയുമെന്ന് ആരും വിചാരിക്കണ്ട. കാരണം എന്താന്ന് വെച്ചാല് ഇത് നമ്മൾക്ക് ചുറ്റുവട്ടത്ത് കാണുന്ന നെല്ലിക്ക, കറ്റാർ വാഴ, പാവയ്ക്ക, ഇങ്ങനെ കുറെ സാധനങ്ങളുടെ ഏറ്റവും സത്തായ ഭാഗം എടുത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രസമാണിത്. ശരിക്കും 12 കൂട്ടമുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇത് കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ലോ ബ്ലഡ് ഷുഗർ ലെവൽ, അതായത് ബ്ലഡിലുള്ള ഷുഗറിന്റെ ലെവലിനെ കുറയ്ക്കും. പക്ഷെ ആ ബ്ലഡ് ഷുഗർ ലെവലിനെ കുറയ്ക്കാൻ നമ്മൾ കുറച്ച് സഹായം, നമ്മളുടെ ഭാഗത്തുനിന്ന് കുറച്ച് എഫേർട്ടും കൂടെ വേണം. അത് ആഹാരത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരണം, ഫുഡ് കൺട്രോൾ വേണം, റെഗുലർ എക്സസൈസ്. അത് നമുക്കില്ല. ജോലി ചെയ്യുന്ന തൂമ്പാപ്പണിക്കാരനാണെന്ന് പറഞ്ഞ ഒരാൾ പറയുന്നു, ഞാൻ എത്ര കട്ടിപ്പണിയാണ് പണിയുന്നത് എന്നിട്ടും എനിക്ക് ഷുഗർ ഉണ്ട്. പണി ചെയ്യാഞ്ഞിട്ടല്ല, പണിയെ ഒന്നും നമ്മളെ ബോഡി എക്സസൈസ് ആയിട്ട് സ്വീകരിക്കത്തില്ല. പിന്നെ നമ്മൾ മധുസംയം കഴിക്കുമ്പോൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ തുടരണം. പ്ലസ് ഗാമ ഒറൈസനോൾ രാവിലെയും വൈകിട്ടും ഓരോന്ന് ആഹാരത്തിന് തൊട്ടു മുമ്പ് കഴിച്ചിരിക്കണം. ഗാമ ഒറൈസനോൾ ആഹാരത്തിന് തൊട്ടു മുമ്പ് കഴിക്കണമെന്ന് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, ആഹാരം ദഹിച്ച് അതിലുള്ള ഫാറ്റിലാണ് മാക്സിമം ഗാമ ഒറൈസനോൾ അബ്സോർബ് ചെയ്യുന്നത്. അതതിന്റെ സയൻസ്. വേറൊരു വശം പറഞ്ഞാൽ നമ്മുടെ ക്യാപ്സൂള് വളരെ കനക്കുറവാണ്. ആഹാരം വയറു നിറച്ച് കഴിച്ചതിന് ശേഷം ആ ക്യാപ്സൂള് കഴിച്ചാൽ ഒരുപക്ഷെ ഒന്ന് ഏമ്പക്കം വരുന്ന കൂട്ടത്തിൽ ആ ക്യാപ്സൂള് നേരെ ഇടനെഞ്ചിലേക്ക് തിരിച്ച് ഈസോഫാഗസിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ എനിക്ക് സംഭവിച്ചു. എന്തെന്നറിയാത്ത ബുദ്ധിമുട്ട്. അവസാനം ഞാൻ ഇഷ മാഡത്തിനെ കോണ്ടാക്ട് ചെയ്തു, കാര്യം പറഞ്ഞു. കാരണം പിന്നെ എത്ര വെള്ളം കുടിച്ചാലും ആ ചെന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത സാധനം താഴോട്ട് വരുന്ന ഒരു ഫീലില്ല. നമുക്ക് അവിടെ എന്തോ പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്ന് തോന്നലായിരുന്നു. അപ്പൊ അങ്ങനെ
ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് പിന്നീടുള്ള ക്ലാസ്സുകളിൽ മാം പറഞ്ഞിട്ടുണ്ട്, ആഹാരത്തിനൊപ്പം കഴിക്കുക. ഇത് ആദ്യം കഴിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ആഹാരം കഴിക്കുക. അപ്പൊ പിന്നെ അത് കയറിപ്പൊങ്ങി വരില്ലല്ലോ. പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് മധുസയ്യം. ഓൾറെഡി ഇമ്മ്യൂൺഡ് ആയിരിക്കുന്ന ശരീരത്തിൽ ഈ ഉള്ള ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതിന് സഹായിക്കുന്നത് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന കണ്ടന്റുകളുടെ ഫൈറ്റോ ന്യൂട്രിയൻസും ഫ്ലവനോയിഡ്സും ഒക്കെയാണ്. ആന്റി ഓക്സിഡൻസ് ഉണ്ട്, അതൊക്കെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിന് സഹായിക്കുന്നതാണ്. ഫാറ്റ് മെറ്റബോളിസം, നമ്മുടെ ആഹാരത്തിൽ ഉള്ള കൊഴുപ്പിനെ, ആഹാരത്തിലൂടെയാണല്ലോ കൊഴുപ്പ് ഉള്ളിൽ ചെല്ലുന്നത്, അതിനെ മെറ്റബോളൈസ് ചെയ്യാൻ, അതിന്റെ ഉപാപചയ പ്രവർത്തനം, ദഹനം, ആഗീരണം, അതിനെ വേണ്ടവണ്ണം ഫാറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ അതിനെ മെറ്റബോളൈസ് ചെയ്യുക, അതിനെ ദഹിപ്പിക്കുക, ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല. ശരീരത്തിലെ ഫാറ്റിനെ ഒന്ന് മാറ്റിക്കൊടുക്കാനായിട്ട്, വണ്ണമൊക്കെ കുറഞ്ഞൊന്ന് ക്ഷീണം എന്ന് പറയുമ്പോൾ നമുക്ക് ക്ഷീണിച്ച് തളർന്ന ക്ഷീണമല്ല, ഈ ക്ഷീണത്തില് ആ കാഴ്ചയ്ക്കുണ്ടായിരുന്ന പൊലിപ്പൽപ്പം കുറഞ്ഞിട്ട് ആളിന് എനർജി കിട്ടുന്ന ക്ഷീണം, അതാണ് ഫാറ്റ് മെറ്റബോളിസത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഫാറ്റ് മാറുന്ന സ്ഥാനത്ത് മസിൽ ഉണ്ടാവാൻ തുടങ്ങുകയും ചെയ്യും. ശരീരത്തിന് ഷേപ്പ് വരും, ശരീരത്തിന് ബലം വരും, നല്ല ആരോഗ്യമുണ്ടാകും, ഊർജ്ജസ്വലതയുണ്ടാകും. പ്രിവെന്റ് ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ്, ഷുഗറിനെ കൺട്രോൾ ചെയ്യുക മാത്രമല്ല അതുമൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ തടയാം. എന്ന് പറഞ്ഞാല് ഷുഗർ ഉണ്ടെങ്കിലല്ലേ കോംപ്ലിക്കേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ഷുഗറിനെയാണ് കൺട്രോൾ ചെയ്യാൻ എളുപ്പം. കോംപ്ലിക്കേഷൻ എഴുതേണ്ടത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. അപ്പൊ ആ കോംപ്ലിക്കേഷനെ തടയാനായിട്ട് നമുക്കിത് സഹായകമാകും. ഓക്സിഡേറ്റീവ് സ്ട്രെസ്, അത് സെല്ലുകൾക്കുണ്ടാകുന്ന ഓക്സിഡേഷൻ ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് എക്സാക്ട്ലി മലയാളം പറയാൻ എനിക്കിപ്പോ കിട്ടുന്നില്ല. അപ്പൊ ആ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന നമ്മളുടെ എന്താ പറയാ, ശരിക്കും സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം നമ്മൾ അനുഭവിക്കുന്നത് പോലെ തന്നെ സെല്ലുകൾക്ക് സമ്മർദ്ദം ഓവർ സ്ട്രെയിൻ ചെയ്യുന്നത് കൊണ്ടോ അത് പല കാരണങ്ങളാൽ സ്ട്രെസ് ഉണ്ടാകും. അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ് ശരിക്കും ഇന്റേണൽ ഇൻഫ്ലമേഷൻ, ശരീരത്തിന് ഉള്ളിലെ നീർവീഴ്ച ഉണ്ടാവാനും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത തരം ഒരു ക്ഷീണം തോന്നുക, എന്താണെന്നറിയില്ല, ഒരു വയ്യാഴിക എന്ന് തോന്നുന്ന ആ ഒരു കണ്ടീഷൻ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങളുടെ ഒരു തുടക്കമാണ്, ഒരു ബേസ്മെന്റ് ആണ്, ഒരു അടിത്തറയാണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറഞ്ഞിരുന്നാൽ ഈ അടിത്തറ പാകൽ അവിടെ നടക്കില്ല. അപ്പൊ അതിനെ തടയാൻ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനകത്തൊക്കെയുള്ള ഫ്ലവനോയിഡ്സ്, ഹൈ ആന്റി ഓക്സിഡൻസ് ആണ്, അവര് സഹായിക്കും. ദെൻ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഇൻ ജനറൽ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തിൽ കാര്യമായ മെച്ചപ്പെടുത്തല് ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. ഇനി ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രമേഹം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേണ്ടതിലധികം കൂടിയിരിക്കുക, അതായത് ഹൈ ബ്ലഡ് ഷുഗർ. ബ്ലഡ് ഷുഗർ എങ്ങനെയാ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ആഹാരം കഴിച്ച് ദഹിച്ച് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ആ ഗ്ലൂക്കോസ് സെല്ലുകളിലേക്ക് പോകാൻ രക്തത്തിലൂടെയാണ് പോകേണ്ടത്. അത് പോകാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ാണ് ശരിക്കും വാഹനം. ആ വാഹനത്തിലൂടെ ഇതിനെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു വെഹിക്കിളാണ് ഇൻസുലിൻ. ആ ഇൻസുലിൻ ഓരോ സെല്ലിന്റെയും വാതുക്കെ ചെന്നിട്ട് ആ സെല്ലിനെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു താക്കോലായിട്ട് മാറുകയാണ്. അപ്പൊ ആ ഇൻസുലിൻ ഹോർമോൺ ഉണ്ടെങ്കിൽ മാത്രമേ ചെറുകുടലിൽ നിന്ന് അവിടുന്ന് ബ്ലഡിലേക്ക് കയറുന്ന ആ ഗ്ലൂക്കോസിനെ രക്തത്തിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സെല്ലിനകത്ത് കയറിയെങ്കിൽ മാത്രമേ ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസിൽ നിന്ന്, അതായത് കഴിച്ച ആഹാരത്തിൽ നിന്ന് എനർജി ഉണ്ടാവത്തുള്ളൂ. ഇൻസുലിൻ ഉണ്ടാവുന്നത് പാൻക്രിയാസിലെ ബീറ്റാ സെൽസിലാണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന സെല്ലുകളാണ് ബീറ്റാ സെല്ല്. അപ്പൊ പാൻക്രിയാസിന് കേടുണ്ടെങ്കിലും ഷുഗർ ഉണ്ടാവാം. പാൻക്രിയാസിൽ നിന്ന് വരുന്ന ഇൻസുലിൻ നല്ല ക്ഷമതയുള്ളതല്ലെങ്കിലും ഷുഗർ ഉണ്ടാവാം. അപ്പൊ രണ്ട് വാക്കുകൾ നമ്മൾ ഓർത്തിരിക്കണം. ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന കണ്ടീഷനാണ് പ്രമേഹം. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് ഹൈപ്പോ അടിച്ചുപോയി, ഷുഗർ താന്നുപോയി,
പല കാരണങ്ങളാലും. ഈ രണ്ട് വാക്കുകൾ നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതാണ്. ഹൈപ്പോഗ്ലൈസീമിയ. ഇനി രണ്ട് ടൈപ്പ് ഉണ്ട്. ഡയബറ്റിസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ടൈപ്പ് 1, ഒന്ന് ടൈപ്പ് 2. അതാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് ജന്മന പാൻക്രിയാസ് കേടായിട്ട് ജന്മന ഇൻസുലിന്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ചിലപ്പോ ഇത് ബൈ ബർത്ത് പെട്ടെന്ന് തന്നെ അറിയും, ചിലപ്പോ ഒരു 4-5 വയസ്സ് കഴിഞ്ഞിട്ട് അറിയും, ചിലപ്പോ മുന്നോട്ട് പ്രായം പോയി 11 വയസ്സ് 16 വയസ്സിലൊക്കെ തിരിച്ചറിയുന്നതുണ്ട്. അപ്പോ പ്രത്യേകിച്ചൊരു കാരണവും അവിടെ പറയുന്നില്ല. ടൈപ്പ് 2 ഡയബറ്റീസിന് ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട്. അത് മനുഷ്യനിർമ്മിതമാണ്. ലൈഫ് സ്റ്റൈലാണ് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ പ്രധാന കാരണം. അപ്പൊ നമുക്കത് കൺട്രോൾ ചെയ്യാം, വേണ്ടാന്ന് വെക്കാം, അതിനെ പരിച്ഛേദം ഇല്ലാതാക്കാം, നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ഓർത്തിരിക്കുക. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഡോക്ടർമാരൊന്നും ആകാൻ പോകുന്നതല്ല. ബേസ് ഇൻഫർമേഷൻ മാത്രം മതി. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് പിന്നെ അറിയേണ്ടത് ആഹാരത്തെ പറ്റിയാണ്. ഫുഡ്. ആഹാരത്തിനെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്നും മാക്രോ ന്യൂട്രിയൻസ് എന്നും തിരിക്കാം. മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, നമുക്ക് കാണാൻ പറ്റില്ല. വൈറ്റമിൻസും മിനറൽസും. നെല്ലിക്ക എന്ന് പറയുന്ന സാധനത്തിൽ വൈറ്റമിൻസും മിനറൽസും വളരെ അധികമുണ്ട്. മാക്രോ ന്യൂട്രിയൻസ് അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ അരി, ഗോതമ്പ്, കപ്പ, ചേമ്പ്, ചേന, ഇതൊക്കെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുണ്ട്. പ്രോട്ടീൻ, നമ്മുടെ പയർവർഗ്ഗങ്ങളിൽ ഇഷ്ടം പോലെ പ്രോട്ടീൻ ഉണ്ട്. ഫാറ്റ്, വിസിബിൾ ആയിട്ടുള്ള ഫാറ്റുമുണ്ട്, നമുക്ക് കാണാൻ പറ്റാത്ത ഫാറ്റുമുണ്ട്. ഇതില് വിസിബിൾ ആയിട്ടുള്ള ഫാറ്റിനെ പറ്റിയാണ് പറയുന്നത്. കൊഴുപ്പ്, എണ്ണകൾ, എണ്ണ, നെയ്യ്, പലതരം എണ്ണകൾ. ഫൈബർ എന്ന് പറഞ്ഞാൽ നാര്, ആഹാരത്തിലെ നാരുള്ള ഭക്ഷണം. നാരുള്ള ഭക്ഷണത്തിന് ഡയബറ്റീസ് മാനേജ്മെന്റിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പൊ ആഹാരം കഴിക്കുമ്പോൾ ആഹാരം ശ്രദ്ധയോടെ കോമ്പിനേഷൻ ശരിയാക്കിയാൽ തന്നെ നമുക്ക് പല അസുഖങ്ങളും തടയാൻ പറ്റും. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് മോളിക്കൂൾ, അത് ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെ നമ്മൾ ദഹിപ്പിച്ച് ഏറ്റവും ചെറിയ മോളിക്കൂളാക്കി അതിന്റെ ഏറ്റവും ചെറിയൊരു ഘടകം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് തന്നെയാണ് ഷുഗർ. അതിന് സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് അമലൈസ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റിന് ഏറ്റവും ഉത്തമ ഉദാഹരണം നമ്മുടെ ചോറ് തന്നെ എടുക്കാം. ചോറ് ചവച്ചരച്ച് കഴിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? വളരെ ചുരുക്കം ആൾക്കാരാണ്. അഥവാ ആരെങ്കിലും ചവച്ചരച്ച് കഴിക്കുന്നത് കണ്ടാൽ അയ്യേ, കണ്ടില്ലേ കാണിക്കുന്നത്, എങ്ങനെ പറയും? അപ്പൊ ഒരാള് നല്ലത് ചെയ്യുമ്പോ ബാക്കി എല്ലാരും ചെയ്യുന്നത് വെടക്കാണെങ്കിലും അവരെല്ലാമാണ് ശരി. എങ്ങനെ? ഉരുട്ടി വായിലോട്ടിട്ട് വിഴുങ്ങി, അതാണ് ശരിയെന്നാണ് സങ്കല്പം. ആക്ച്വലി അതല്ല. നമ്മുടെ വായിൽ 32 പല്ലുണ്ട്. ഒരു സാധനം ചവയ്ക്കാൻ വായിലിട്ടാൽ 32 പ്രാവശ്യം ചവയ്ക്കുന്നത് വഴി ആ ചവച്ച സാധനത്തിന്റെ ദഹനം ഉമിനീരിലുള്ള അമലേസുമായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം അത് വയറ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നേരെ അല്പസ്വല്പ പണി കൂടെ കഴിഞ്ഞാൽ അതിനെ അബ്സോർബ് ചെയ്യാം. അത്ര കണ്ട് ഡൈജഷൻ നമ്മുടെ വായിൽ വെച്ച് നടക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് നേരമില്ല വായിൽ വെച്ചോണ്ടിരിക്കാൻ. നമ്മൾ കഷ്ണങ്ങളാക്കി തിളാപുള വെച്ച് ഒറ്റ വിഴുങ്ങലാണ്. കപ്പയൊക്കെ വിഴുങ്ങുന്ന ഓർത്താ മതി. ചിലപ്പോ വലിയ കഷ്ണമൊക്കെ നെഞ്ചത്ത് ഇടിച്ചു കയറിയൊക്കെ ഇരിക്കാറുണ്ട് അല്ലെ. അടുത്തത് ഫാറ്റ്. ഫാറ്റി ആസിഡ് എന്നാണ് ഫാറ്റിന്റെ ഏറ്റവും ചെറിയ മോളിക്കൂളിന് പറയുന്നത്. ലിപ്പേസ് എന്ന് പറയുന്നതാണ് എൻസൈമിന്റെ പേര്. ഫാറ്റിനെ ദഹിപ്പിക്കണമെങ്കിൽ ലിപ്പേസ് ഉണ്ടാവണം. പ്രോട്ടീൻ ദഹിച്ച അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നു. അമിനോ ആസിഡ്സ് ആണ് പ്രോട്ടീന്റെ ഏറ്റവും ചെറിയ ബിൽഡിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. അപ്പൊ പ്രോട്ടീൻ ദഹിപ്പിക്കണമെങ്കിൽ പ്രോട്ടിയേസ് വേണം. ഒരു കാര്യം ഓർക്കുക, ചോറും മീൻകറിയും ഇറച്ചിക്കറിയും മുട്ടയും ഒക്കെ കൂടെ ഒന്ന് മുമ്പിലിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ കോമ്പിനേഷൻ ഉണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. പാവം ശരീരം എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരു കണ്ടീഷൻ. എല്ലാം കൂടെ വയറ്റിലോട്ട് ഇട്ട് കഴിയുമ്പം ആറ്റം ബോംബിന്റെ എഫക്റ്റ് ഉണ്ട്. വയറ്റിൽ കിടന്ന് പൊട്ടലും സൗണ്ടും ചീറ്റലും ഒക്കെ ഉണ്ടാവും. കാരണം ബോഡി കൺഫ്യൂസ്ഡ് ആണ്. ഏതിനെ ആദ്യം ദഹിപ്പിക്കണം? നമ്മുടെ വയറ്റിൽ ഒരുപാട് സമയമൊന്നും ആഹാരം ഇരിക്കാൻ പറ്റില്ല സേഫായിട്ട്. ഇനി ആ പാകം ചെയ്ത ആഹാരം മേശപ്പുറത്തിരിക്കുന്നത് പോലും 4 മണിക്കൂറിനപ്പുറം സേഫ് അല്ല.
ആഹാരം പാകം ചെയ്താൽ 4 മണിക്കൂറിനുള്ളിൽ അത് കഴിച്ചാൽ ഏറ്റവും സേഫാണ്. ശരീരത്തിന്റെ ചൂടിൽ തന്നെ ആഹാരം ഉള്ളിൽ ചെല്ലണം. ഓവർ ചൂടാവാൻ പാടില്ല, തണുപ്പിക്കാൻ പാടില്ല. ഒരു കാരണവശാലും ഫ്രിഡ്ജിനകത്ത് വെച്ച സാധനം തിരിച്ചെടുത്ത് ചൂടാക്കിയോ അല്ലാതെയോ കഴിക്കാൻ പാടില്ല. പക്ഷേ സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വിരുദ്ധമായിട്ട് ചെയ്യുന്നുണ്ട്. ആഹാരങ്ങളുടെ കോമ്പിനേഷൻ വിരുദ്ധമാണ്, ചെയ്യുന്ന രീതികൾ വിരുദ്ധമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് രോഗങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുന്നതെന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഞാൻ മാത്രമല്ല, മറ്റു പലരും പറയാറുണ്ട്. നമ്മൾക്ക് ഈ ഒരു പ്രമേഹത്തിന്റെ ഡിസ്കഷനിൽ, പ്രമേഹത്തിന്റെ മാത്രമല്ല ശരീരത്തിലെ ഏത് രോഗത്തിന്റെ ഡിസ്കഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ഏറ്റവും ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. കരൾ ഏറ്റവും അധികം ജോലി ചെയ്ത്, അതിലൊരു വീട്ടമ്മ വീട്ടിലെ ഇല്ലായ്മ വല്ലായ്മകൾ പുറത്തോട്ട് അറിയിക്കാതെ എങ്ങനെയാണോ ആ അടുക്കള അല്ലെങ്കിൽ ആ വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ തന്നെയാണ് ഒരു ശരീരത്തിൽ ലിവർ കഷ്ടപ്പെട്ട ആ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി അൾട്രാസൗണ്ട് ചെയ്യാൻ, അബ്ഡോമൻ അൾട്രാസൗണ്ട് എപ്പോഴെങ്കിലും സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഒടുവിലായിട്ട് ഒരു ഇംപ്രഷൻ എഴുതുന്നിടത്ത് ഫാറ്റി ലിവർ ഗ്രേഡ് 1 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ആരുടെയെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ ഡോക്ടറോട് ചോദിക്കാണ്, ഇതിൽ ഫാറ്റി ലിവർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, സാരമില്ല, അതെന്റെ നോക്കിയാലും കാണും എന്ന് പറഞ്ഞ് അതിനെ നിസാരവൽക്കരിക്കും. എല്ലാവർക്കും ഉണ്ട്, അതിപ്പോഴത്തെ ആരുടെ നോക്കിയാലും കാണുമെന്നേ. പേടിക്കണം. എനിക്ക് ആദ്യമൊക്കെ ഫാറ്റി ലിവർ എന്ന് കണ്ടാൽ ഇതിന് അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമേ അറിയുള്ളായിരുന്നു, ഷുഗർ ഉണ്ടാവും ഭാവിയിൽ എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പൊ പറയും ഭാവിയിൽ എന്തും ഉണ്ടാവാൻ യോഗ്യതയുണ്ട് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ. കാരണം ലിവർ ഫങ്ഷൻ ചെയ്യാതെ വന്നാൽ ശരീരത്തിലെ ഏത് ഫങ്ഷനെയും അത് ഡാമേജ് ചെയ്യാം, ഏത് ഓർഗനിലേക്കും ഡാമേജ് ഉണ്ടാവാം. ലിവറാണ് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നത്. ആ കൃത്യമായിട്ടുള്ള ജോലി നടക്കാതെ വരുമ്പോ ഫാറ്റി ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ നിസാരവൽക്കരിച്ച് അതിനെ കൊണ്ടു നടന്ന് സിറോസിസ് വരെയാക്കി ആ ഒരു അവയവം തന്നെ ഇല്ലാതാകുമ്പം ജീവൻ തന്നെ ഇല്ലാതാകുന്ന കണ്ടീഷനിലേക്ക് പോകും. ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഷുഗർ ഉണ്ടാവാം, ഷുഗർ ഉള്ളവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാം. ഇതിലേതാദ്യം എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഒന്നാണ് കിഡ്നി ഡാമേജ് ഉള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, അതായത് ബ്ലഡ് പ്രഷർ കൂടാം. ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് കിഡ്നി ഡാമേജ് ഉണ്ടാവാം. ഇപ്പൊ ഇതൊക്കെ നമ്മൾ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ, വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. മരുന്നുകൾ കൊണ്ട് ആ രോഗത്തിന്റെ ലക്ഷണം മാത്രമേ ശമിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ കാരണം അപ്പോഴും അവിടെ നിലനിൽക്കുന്നു. കാരണത്തെ നിലനിർത്തിക്കൊണ്ട് മുകളിലോട്ട് പൊന്തി വന്ന ആ ഒരു രോഗലക്ഷണത്തെ മാത്രം അടിച്ചമർത്തുന്നതാണ് ശരിക്കും ചികിത്സാ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ സ്വയം തിരിച്ചറിവിലൂടെ കാരണത്തെ ചികിത്സിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം ആസ്വാദ്യകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്ത് ഓർത്തിരിക്കേണ്ട ഒരു ഘടകമാണ് HbA1c, ഗ്ലൈക്കോലേറ്റഡ് ഹീമോഗ്ലോബിൻ. അതായത് ഷുഗറുള്ള ബ്ലഡിനകത്ത് ഉള്ള ഹീമോഗ്ലോബിന്റെ ആ ഒരു സെല്ലിന്റെ പുറത്ത് പറ്റിപ്പിടിച്ച ഷുഗർ ഉണ്ടാവും. അങ്ങനെ അതിന്റെ ഒരളവാണ് ഇത് കാണിക്കുന്നത്. 5.7 വരെ ഉള്ള അളവുകൾ നോർമൽ. ഞാൻ 88 പഠിച്ചിറങ്ങിയതാണ്. ആ സമയത്ത് നോർമൽ എന്ന് പറയുന്നത് 4.9 to 5 ആയിരുന്നു. ഇപ്പൊ എന്തുകൊണ്ട് 5.7 നോർമൽ എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ ആരുടേത് നോക്കിയാലും ഇതാണ് ഉള്ളത്. അപ്പൊ ഇതിനെ 5 വരെ നോർമൽ, 5.1 മുകളിലോട്ട് പണ്ട് പറഞ്ഞിരുന്നത് പോലെ 5.1 മുകളിലോട്ടുള്ളത് പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രീ ഡയബറ്റിക് അല്ലാത്ത ആൾക്കാർ കാണില്ല. അപ്പൊ രോഗികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ്. പക്ഷേ അതുകൊണ്ട് ഇതുവരെ ആകാമെന്ന് ആരും ധരിക്കേണ്ട. 5 മുകളിലേക്ക് HbA1c പോകാതെ ശ്രദ്ധിക്കുക. അത് അവനവന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. നോർമൽ റിപ്പോർട്ട് കാണാൻ വേണ്ടിയിട്ട് 5.7 നോർമൽ എന്ന് എഴുതിയത് കൊണ്ട് നോർമൽ ആവില്ല. ഇനി 5.7 to 6.4 പ്രീ ഡയബറ്റിക്. പഴയ കാലത്താണെങ്കിൽ 5.1 മുതൽ 5.7 വരെ ആയിരുന്നു പ്രീ ഡയബറ്റിക്. 5.7 കഴിഞ്ഞ് 6 കയറിയാൽ ഡയബറ്റിക് എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോഴോ 6.4 വരെ പ്രീ ഡയബറ്റിക്കും 6.4 കഴിഞ്ഞ് 6.5 എത്തിയാൽ ഡയബറ്റിക് ആണെന്നും പറയും. അപ്പൊ നമ്മൾ ഒരാളിന്റെ ബ്ലഡിന്റെ റീഡിങ് യാദൃശ്യമായിട്ട് ഒരു 160 കണ്ടു, ഒരു റീഡിങ്
ഒരിക്കലും ഷുഗർ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ബോഡിയുടെ ടെൻഡൻസി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ HbA1c ചെക്ക് ചെയ്തിട്ട് അത് ഈ ഏത് റേഞ്ചിൽ വരുന്നു എന്ന് നോക്കുക. 5.7 എത്തി നിൽക്കുന്നതാണെങ്കിൽ ഒരിക്കലും അതിനെ നോർമൽ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല. അവിടെ മുതൽ നമ്മൾ കറക്ഷൻ ചെയ്തു തുടങ്ങണം. അവരോട് ആഹാരത്തിന്റെ കൺട്രോൾ പറഞ്ഞു കൊടുക്കാം, അവരോട് ബോഡി എക്സസൈസ് എക്സ്ട്രാ ആയിട്ട് അവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാം, നന്നായിട്ട് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ ബാക്കി കാര്യങ്ങള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ HbA1c ചെക്ക് ചെയ്യുകയാണ് കൃത്യമായിട്ട് നമുക്കൊരാൾ ഡയബറ്റിക് ആണോ എന്നറിയാൻ പറ്റുന്ന ഏക മാർഗം. ഇനി നമ്മളുടെ ഔഷധം മധുസയ്യത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാവൽപ്പഴം എല്ലാവർക്കും അറിയാം, സീസണലായിട്ട് കിട്ടുന്നതാണ്. അത് താഴെ വീണ് പൊട്ടി അതിന്റെ മാംസമൊന്നും പലപ്പോഴും കിട്ടാറില്ല. എന്നാൽ റോഡ് സൈഡിൽ തമിഴ്നാട്ടുകാർ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. 400 രൂപ 500 രൂപ വിലയൊക്കെ വരും. എത്ര വിലയാണെങ്കിലും സീസണൽ ഫുഡാണ്, അത് വാങ്ങിച്ച് കഴിക്കണം. ഇനി താഴെ പോകുന്ന സാധനം അത് കേടായി പോയി എന്ന് വിചാരിക്കണ്ട. അത് മുഴുവനും പെറുക്കി വാരിയെടുത്തിട്ട് അതിന്റെ കുരു മാത്രം, അതിന്റെ പൾപ്പ് കളഞ്ഞിട്ട് കുരു മാത്രം എടുത്തിട്ട് അതിനെ നല്ലപോലെ വെയിലത്തുണക്കി പൊടിച്ചു വെച്ചിട്ട് ആ പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. ഡയബറ്റിക്കാർക്ക് വളരെ നല്ലതാണ്. ഓക്കെ, പാവയ്ക്ക എങ്ങനെ വേണേലും കഴിക്കാം. കയ്പായത് കൊണ്ട് നാവ് സമ്മതിക്കാത്തത് കൊണ്ട് കഴിക്കാത്തവരുണ്ട്. ഉലുവ ശരിക്കും എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ, ശരിക്കും നമ്മളുടെ ലിവറിനെ ഹെൽപ്പ് ചെയ്യാൻ, ഫാറ്റി ലിവർ കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും. മൂത്രം കൂടുതൽ പോകാൻ ഇത് സഹായിക്കും. അപ്പൊ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്ത് കളയുന്ന മാർഗങ്ങളുണ്ട് നമുക്ക്, മലമൂത്ര വിസർജനം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മൂത്രം കൂടുതൽ പോകാനും മൂത്രത്തിലൂടെ ഉള്ളിലുള്ള വേസ്റ്റുകൾ പോകാനും അതിന്റെ ഒരുപാട് ഗുണങ്ങളിൽ ഒരു ഗുണമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളത്. കറ്റാർവാഴ വീട്ടുമുറ്റത്തുണ്ടെങ്കിലും എടുക്കാറില്ല. ഗുണങ്ങൾ എണ്ണി പറഞ്ഞാൽ തീരുന്നതുമല്ല. നെല്ലിക്ക സീസണലായിട്ട് കിട്ടുന്ന അരിനെല്ലിക്കയാണ് ഏറ്റവും നല്ലത്. കാട്ടുനെല്ലിക്ക നല്ലതാണ്, അരിനെല്ലിക്ക നല്ലതാണ്. പക്ഷേങ്കില് വലിയ വലിപ്പമുള്ള നെല്ലിക്ക അത്ര കണ്ട് ഗുണം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നെല്ലിക്ക നല്ലതാണ്. നിങ്ങൾ നിശ്ചയിച്ചോളൂ ഏത് വേണമെന്ന്. ഏതിനാണ് കയ്പ് കൂടുതലുള്ളത് അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. വേങ്ങ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. വേങ്ങ നല്ലതാണ്. ഫാറ്റിന്റെ മെറ്റബോളിസത്തിന് ഇത് വളരെയധികം സഹായിക്കും. ഒരുപാട് വണ്ണമുള്ള ആൾക്കാർ വളരെ ചെറുതായിട്ട് ഇപ്പം പലരെയും എനിക്കറിയാം വേങ്ങ കാതല് വേങ്ങത്തൊലിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് സ്ഥിരമായിട്ട് കുടിച്ചവരാണ്. ബോഡി ഡീറ്റോക്സ് ആകും, ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ടാവില്ല, ഫാറ്റ് മെറ്റബോളിസത്തിന് നന്നാണ്, വെയിറ്റ് കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ചിറ്റമൃത്, ഒരു വീടായാൽ ഒരു ചിറ്റമൃതിന്റെ വള്ളി അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് അതൊരു ശാസ്ത്രമാണ്. അപ്പൊ ആ ചിറ്റമൃതിന്റെ 1 ഇഞ്ച് നീളം ഉള്ള 2 കഷ്ണം ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഷുഗറിന് നല്ലതാണ്. പക്ഷേങ്കിൽ അത് തുടർന്ന് അത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നാണ്. കാരണം ഒരുപാട് ഗുണവും ദോഷവും സമ്മിശ്രമാണ്. അതുകൊണ്ടാണ്. ചിറ്റമൃതിന് ഒരു ഗുണമൊന്നുമല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. മറവിയുള്ളവർക്ക് നല്ലതാണ്, ബുദ്ധി കൂടാൻ നല്ലതാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. കിരിയാത്ത എന്ന് പറയുന്ന സാധനം എനിക്കറിയില്ല അതിനെപ്പറ്റി. കിരിയാത്തയുടെ 1-2 അംശമാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം അതുപോലെ കൂവളം, നമ്മൾ ആരും കൂവളത്തിന്റെ കഴിക്കുമോ എന്ന് എനിക്കറിയില്ല. നോർത്തിലാണെന്നുണ്ടെങ്കിൽ സീസൺ ആയി കഴിയുമ്പോൾ അത് ജ്യൂസ് അടിക്കുകയും അതുപോലെ ആ പഴം തിന്നുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തുളസി, ചക്കരക്കൊല്ലി, ഇതൊക്കെയാണ് ഈ 12 സാധനങ്ങളാണ് മധുസയ്യത്തില് ചേർത്തിരിക്കുന്നത്. ഇത് അങ്ങനെയും ഇടിച്ചു പിഴിഞ്ഞ് അതിനെ കഷായമാക്കിയിരിക്കുന്നതല്ല. ഇതിലെ ഓരോന്നിൽ നിന്നും 1ഉം 2ഉം എന്താ പറയാ കമ്പോണൻസ്, ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറയും. അത് വളരെ കൃത്യമായിട്ട് വേർതിരിച്ച് എടുത്തിരിക്കുന്നതാണ്. ഇതിന്റെ എല്ലാത്തിൽ നിന്നുള്ള ഒരു സത്തായിട്ടുള്ള കമ്പോണൻസ് എടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതെന്നാണ് അടുത്തത് പറയുന്നത്. മോഡ് ഓഫ് ആക്ഷൻ, എങ്ങനെയാണ് ഇത് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ആക്റ്റീവ് ഫൈറ്റോ കമ്പോണൻസ് സ്ലോ ഡൗൺ ദ ബ്രേക്ക് ഡൗൺ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻടു ഷുഗർ. കഴിക്കുന്ന ആഹാരം ചോറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിശക്കും അല്ലെ, ചവയ്ക്കാതെ കഴിച്ചാലും പെട്ടെന്നത് ദഹിക്കും, പെട്ടെന്നത് നമുക്ക് അടുത്ത എന്തെങ്കിലും കൂടെ കഴിക്കാൻ തോന്നും, വിശപ്പ് പെട്ടെന്ന് തോന്നും. അതിന്റെ കാരണം കാർബോഹൈഡ്രേറ്റ് അതിനെ ഷുഗറായിട്ട് അതിന്റെ ബ്രേക്ക് ഡൗൺ ചെയ്ത്, അതായത് ദഹിച്ച് അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ആ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. ഇപ്പൊ നമുക്ക് ഷുഗറിന്റെ ഹൈക്ക് എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് പറയും
അല്ലെങ്കിൽ ലാബിൽ നിന്ന് പറയും ആഹാരം കഴിച്ചിട്ട് 1.5 മണിക്കൂറിനും 2 മണിക്കൂറിനും ഇടയ്ക്കുള്ള സമയത്ത് വന്ന് അടുത്ത ഷുഗർ നോക്കണം. എന്തിനാണ്? മാക്സിമം പീക്ക് ലെവലിൽ ബ്ലഡിൽ ഷുഗറിന്റെ അളവുണ്ടാവും. ഒരു ആഹാരം ഏത് കഴിച്ചാലും അത് ദഹിച്ച് ഗ്ലൂക്കോസ് ആയി അതിന്റെ പീക്ക് ലെവലിൽ എത്തുന്നത് 1.5 മണിക്കൂറിലാണ്. അതുകൊണ്ടാണ് പോസ്റ്റ് പ്രാൻഡിയൽ PPBS, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്ന ഫാസ്റ്റിംഗ് ഷുഗർ നോക്കും. ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറയുന്നത് രാത്രി മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് വെള്ളം കുടിക്കാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുത്തിയെടുക്കണം. അത് മിനിമം 8 മണിക്കൂർ ഫാസ്റ്റിംഗ് വേണം. അത് ഫാസ്റ്റിംഗ് ഷുഗർ. അത് കഴിഞ്ഞിട്ട് നോർമൽ ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് 1.5 മണിക്കൂറിൽ അടുത്തത് എടുക്കുന്നത് PPBS. അപ്പൊ അത് സന്ദർഭവശാൽ പറഞ്ഞതാണ് ബ്ലഡ് ഷുഗറിന്റെ കാര്യം. കാർബോഹൈഡ്രേറ്റ് ദഹിച്ച് ഷുഗറായിട്ട് വന്ന് പിന്നെ അത് പെട്ടെന്ന് താഴോട്ട് പോകുന്നു. സെല്ലുകളിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിന്റെ സഹായം തേടും. ഇൻസുലിൻ വരും. കാർബോഹൈഡ്രേറ്റ് ചെന്ന് കഴിയുമ്പോൾ മുമ്പിൽ വരുമ്പോൾ തന്നെ കാർബോഹൈഡ്രേറ്റിനെ കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ശരീരം, ബ്രെയിൻ അത് അടുത്ത അവയവത്തിന് ഓർഡർ കൊടുക്കും. കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്, ദഹിപ്പിക്കാൻ ആവശ്യമുള്ള ഇൻസുലിൻ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചോളൂ. അങ്ങനെ ഇൻസുലിൻ കാർബോഹൈഡ്രേറ്റ് ഉള്ളിലെത്തും. ഇൻസുലിൻ ആ കാർബോഹൈഡ്രേറ്റ് ദഹിച്ചു വരുന്ന ഷുഗറിനെ സെല്ലുകളിലേക്ക് കൊണ്ടുപോകും. ആ സെല്ലുകളിൽ അത് കയറിക്കഴിഞ്ഞാൽ അവിടെ അത് ഊർജമായിട്ട് മാറും. ആ ഊർജം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. പണ്ടുള്ളവര് ആഹാരം വയറു നിറച്ച് കഴിച്ചേച്ച് അവര് പോയിട്ട് റെസ്റ്റ് എടുത്തിരുന്നില്ല. അവര് നേരെ കട്ടിപ്പണിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. കല്ലിട്ടാലും ദഹിക്കുന്നതായിരുന്നു അവരുടെ അധ്വാനം. ഇന്നങ്ങനെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ കഴിക്കുന്നതിൽ ഒരു ലിമിറ്റ് ഇല്ലാതെ കൂടുന്നത് കൊണ്ട് ഈ ഗ്ലൂക്കോസ് മുഴുവനും ശരീരത്തിന് ആവശ്യത്തിൽ അധികം ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് കൊണ്ട് അതിനെ തിരിച്ച് ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റായിട്ടാണ്. അതാണ് നമ്മുടെ ഒബേസിറ്റി ആയിട്ട് മാറുന്നത്. അപ്പോ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റിന്റെ ഫാസ്റ്റായിട്ട് ദഹിക്കുന്ന ആ ഒരു പ്രവണതയെ കുറയ്ക്കാൻ സസ്റ്റെയിൻഡ് റിലീസ്, കുറേശ്ശെ ദഹിപ്പിക്കുക. അപ്പൊ ഇൻസുലിനും കുറേശ്ശെ വന്നാൽ മതി. ബൾക്കായിട്ട് ഇൻസുലിന്റെ ആവശ്യമില്ല. അപ്പോ എന്തവിടെ നടക്കും? പാൻക്രിയാറ്റിക് സെല്ലിന് വളരെ കേടുമില്ല, വളരെ ആയാസമില്ലാതെ വളരെ കുറച്ച് ഇൻസുലിൻ കൊടുക്കാം. നമുക്ക് വിശക്കുന്നത് ദൂരെയായിരിക്കും. പക്ഷെ പെട്ടെന്ന് വിശക്കില്ല. കഴിച്ചിട്ട് മണിക്കൂറുകൾ എടുത്ത് പതുക്കെ ദഹിപ്പിച്ചു കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ എന്തൊക്കെ ഗുണമുണ്ടെന്ന് ചോദിച്ചാൽ ഫാസ്റ്റായിട്ട് ദഹിക്കുന്നില്ല, ബ്ലഡ് ഷുഗർ ലെവൽ അതുകൊണ്ട് കൂടുന്നില്ല, നമുക്ക് പെട്ടെന്ന് വിശക്കുന്നില്ല, പിന്നീട് പെട്ടെന്ന് ആഹാരം കഴിക്കാനുള്ള ക്രേവ് ഉണ്ടാകുന്നില്ല. പിന്നെ ഇത് സെല്ലിലേക്ക് ചെല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ചെല്ലുന്നുള്ളൂ, അവിടെ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിനാണ്. അപ്പോ പാൻക്രിയാറ്റിക് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും അഥവാ ഇനിയും വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ ആ സെല്ലുകളെ നന്നാക്കി എടുക്കാനായിട്ടും ഒക്കെ ഈ ഒരു രീതിയിൽ കളക്ട് ചെയ്തിരിക്കുന്ന ആക്റ്റീവ് കമ്പോണൻസ് ഹെൽപ്പ് ചെയ്യും. ഇൻസുലിന്റെ എഫിക്കസി കൂട്ടാൻ, ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കൂട്ടാൻ അതിന് സഹായിക്കും. ഓക്സിഡേഷൻ സ്ട്രെസ് മുമ്പ് പറഞ്ഞതാണ്. ആ ഓക്സിഡേഷൻ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ ഈ കമ്പോണൻസ്, ആ 12 കമ്പോണൻസിൽ പലതിലും ആന്റി ഓക്സിഡൻസ് വളരെയധികമുണ്ട്. ആ ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് ആണ് ഓക്സിഡേഷൻ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നത്. ആൻഡ് പ്രൊട്ടക്ട് ലിവർ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. അതായത് ഫാറ്റി ലിവർ ഉള്ളവർക്കും നമുക്കിത് കൊടുക്കാൻ പറ്റും. അവർക്ക് പ്രമേഹം ഉണ്ടാവാതിരിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. ദെൻ ഇവര് നമ്മൾ എന്തേലും പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കില്ലല്ലേ, കണ്ട് വിശ്വസിക്കുന്നവരാണ്. തെളിവുകൾ വേണം. അപ്പൊ ആ തെളിവ് എങ്ങനെയാ ഇവരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ 90 ദിവസത്തെ മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം 90 ദിവസത്തെ ക്ലിനിക്കൽ ട്രയൽ ചെയ്തു. അത് ദേശത്ത് മൊത്തമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ നിന്നെടുത്ത 70 പേഷ്യന്റ്, അതായത് കമ്പനിക്കോ ഇത് ചെയ്യുന്നവർക്കോ നേരിട്ട് പരിചയമില്ലാത്ത 70 പേഷ്യന്റില് അവർക്ക് ഇത് കൊടുത്തോണ്ട് ഈ മെഡിസിൻ, അതായത് മധുസയ്യം എന്ന രസം കൊടുത്തോണ്ട് അവരിൽ നടത്തിയ സ്റ്റഡി, അതാണ് ഇവർ നടത്തിയ നമുക്കൊരു ഒരു 30 പേർക്ക് മരുന്ന് കൊടുത്തു, വേറൊരു 30 പേർക്ക്. കേൾക്കാമോ? ഇടയ്ക്കൊന്നും സൗണ്ട് പോയാ മാം, ഇപ്പൊ കേൾക്കാം. അതിവിടെ ഇന്റർനെറ്റ് ഇങ്ങനെ വീക്കാണെന്ന് എഴുതി കാണിച്ചിരുന്നു. ഓക്കെ, ഒരുപാട് മിസ് ചെയ്തില്ലല്ലോ? ഇല്ലില്ല, ഒരു അല്പം ഒരു വാക്ക്. ഓക്കെ,
90 ദിവസം നടത്തിയ 70 പേരിൽ നടത്തിയ ഒരു സ്റ്റഡിയാണ് ഇവർക്ക് എവിഡൻസ് ആയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു മരുന്നിന്റെ സ്റ്റഡി നടത്തുമ്പോൾ ബൈ ഹാൻഡ് സ്റ്റഡി നടത്താറുണ്ട്. അതായത് 2 സാമ്പിൾ കാണും, 2 കൂട്ടര് കാണും, 2 ഗ്രൂപ്പായിട്ട് ആൾക്കാരെ തിരിക്കും. ഒരു കൂട്ടർക്ക് മരുന്ന്, യഥാർത്ഥ മരുന്ന് കൊടുക്കും, ഒരു കൂട്ടർക്ക് പ്ലാസിബോ എന്ന് പറയും. പ്ലാസിബോ എന്ന് പറഞ്ഞാൽ മരുന്നല്ലാത്ത എന്തെങ്കിലും, ചിലപ്പോൾ വെള്ളമായിരിക്കും, വെറുതെ ഡിസ്റ്റിൽഡ് വാട്ടർ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ ആ കൂട്ടര് വിശ്വസിക്കുന്നത് അവർക്കും മരുന്ന് കിട്ടിയെന്നാണ്. അപ്പൊ ഇവരുടെ ആ ഒരു വ്യത്യാസം കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് മരുന്നുകൾ തീരുമാനിക്കുക. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നുമല്ല. നമുക്ക് പരിചയമില്ലാത്ത 70 പേഷ്യന്റ് പല സ്റ്റേറ്റുകളിലേത് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു സ്റ്റഡി അറിയുന്ന ആൾക്കാരെ, പരസ്പരം അറിയുന്ന ആൾക്കാരിൽ തന്നെ ഇയാള് ഡയബറ്റിക് ആണ്, ഇയാള് മരുന്നെടുക്കുന്നതാണ്, ഇത്രയും കാലം കൊണ്ട് ഡയബറ്റിക് ആണ്, അങ്ങനെ ഡീറ്റെയിൽസ് അറിയാവുന്ന കുറെ ആൾക്കാർക്കും കൊടുത്തിട്ട് ഇത് സ്റ്റഡി നടത്തി. 30 ദിവസത്തിലെ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ HbA1c ലെവലിൽ 20% ബെറ്റർമെന്റ് കണ്ടു. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൽ 26%, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗറിൽ 32% ബെറ്റർമെന്റ് കണ്ടു. ആ ഒരു ബലത്തിലാണ് നമുക്ക് ഈ മരുന്ന് ലോഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. 30 ദിവസം അവർ ആക്ച്വലി ഫോളോ അപ്പ് ചെയ്തത് 4 മുതൽ 7 പേരെയാണ്. ആ 7 പേരിലും അലോപ്പതി മെഡിസിന്റെ ഡോസ് കുറഞ്ഞതായിട്ട് അവർ നോട്ടീസ് ചെയ്തു. അപ്പം ഇതെടുക്കുമ്പോ എന്ത് മരുന്നോ കഴിക്കുന്നു, ആ മരുന്ന് നിർത്താതെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോകുക. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ രാവിലെയും വൈകിട്ടും ഈ മെഡിസിൻ എടുക്കണം, മധുസയ്യം എടുക്കണം. രാവിലെയും വൈകിട്ടും ഗുളിക കഴിക്കുന്നവർ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക, ഇൻസുലിൻ എടുക്കുന്നവർ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ ഷുഗർ കുറയും. കാരണം ആഹാരത്തിൽ കൺട്രോളും അഡീഷണൽ ആയിട്ട് എക്സസൈസും കൂടെ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ വെള്ളം കുടിക്കാൻ പറയുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നത് സാധാരണ മരുന്ന് കൊടുക്കുന്ന ഡോക്ടേഴ്സും നഴ്സസും കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടാണ് നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ ടിപ്പുകൾ. ആ ടിപ്പ് ശരിക്കും വർക്കൗട്ട് ചെയ്യും. നാരുള്ള ഭക്ഷണം കഴിക്കണം, ആഹാരത്തിലെ ക്വാണ്ടിറ്റി കുറയ്ക്കണം. അതുപോലെ തന്നെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരമെന്ന് പറഞ്ഞാൽ കറക്റ്റ് 3 നേരം മാത്രം ഭക്ഷണം കഴിക്കുക. ഇടസമയത്ത് ഭക്ഷണം കഴിക്കുന്നതിന് പകരം വെള്ളം കുടിക്കുക. പകരം ഹോസ്പിറ്റലിൽ പറയുന്നത് നിങ്ങൾ 3 മണിക്കൂർ ഇടവിട്ട് ബിസ്ക്കറ്റ് എങ്കിലും കഴിക്കണമെന്നാണ് പറയുന്നത്. എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നേരത്തെയൊക്കെ. അങ്ങനെ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പോ വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് കഴിപ്പിച്ചിരുന്നത്. ഇന്നും കഴിക്കുന്നവരുണ്ട്. ഹോസ്പിറ്റൽ മരുന്നിന്റെ കൂടെ 3 മണിക്കൂർ 4 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കഴിക്കുന്നു, ആഹാരം കഴിക്കുന്നു. അങ്ങനെ കഴിക്കുമ്പോഴെല്ലാം നമ്മുടെ പാൻക്രിയാസിന് പണി കൊടുത്തോണ്ടേയിരിക്കുന്നു. നമ്മൾ കൂടുതൽ ഡാമേജ് ആയ സെല്ലുകളെ വീണ്ടും വീണ്ടും ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ പഠിക്കുന്ന കാര്യങ്ങൾ മരുന്നുകൊണ്ട് മാത്രം അസുഖം മാറില്ല. ആഹാരപഥ്യം വേണം, ശരീരത്തിന് നല്ല റെസ്റ്റ് വേണം, ഉറക്കം നന്നായിട്ട് വേണം, വെള്ളം നന്നായിട്ട് കുടിക്കണം, മലമൂത്ര വിസർജനം കൃത്യമായിരിക്കണം, ഇമോഷണൽ കൺട്രോൾ ഉണ്ടായിരിക്കണം, കൂടുതൽ സ്ട്രെസ് പാടില്ല. അങ്ങനെ എന്തെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണു. അപ്പോ അതിന്റെ റിസൾട്ട് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഷുഗറിന്റെ അളവ് കുറയുമ്പോൾ പെട്ടെന്ന് പേടിച്ചു പോകും. എന്ത് ചെയ്യും? നമ്മുടെ മരുന്ന് മാറ്റിവെക്കും, ഡോക്ടറിന്റെ ഷുഗറിന്റെ മരുന്ന് വീണ്ടും കെട്ടിപ്പിടിക്കും. അതിന് പകരം ആ ഷുഗറിന്റെ മരുന്ന് ഡോസ് കുറയ്ക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. അല്ലെങ്കിൽ നേരെ ഡോക്ടറെ അടുക്ക പോവുക, ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് സഹിതം ഡോക്ടറിനെ കാണുക, ഡോക്ടർ മരുന്ന് കുറച്ച് തരും. ഓക്കെ, മധുസയ്യം ടെസ്റ്റ് ഗുഡ് ഫോർ ലോങ് ടേം യൂസ് വിത്തൗട്ട് സൈഡ് എഫക്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗറിന്റെ മരുന്നുകൾ മെറ്റ്ഫോർമിൻ ആണ് പ്രധാനമായിട്ടും. ഇപ്പം നേരത്തെ മുതൽ ഞാൻ RCMൽ വന്നപ്പോൾ മുതൽ കേൾക്കുന്നതാണ്, ഒരു മരുന്ന് കഴിച്ചു പിന്നെ അതിന്റെ കുറച്ച് നാൾ കഴിയുമ്പോൾ അടുത്ത മരുന്ന് തുടങ്ങും. ഷുഗറിന്റെ മരുന്ന് ഒരു മുറി സ്റ്റാർട്ട് ചെയ്തു, പിന്നെ കൊളസ്ട്രോൾ തുടങ്ങും, പിന്നെ BP തുടങ്ങും എന്നൊക്കെ. അത് 100 അല്ല 200% സത്യമാണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായി. ആദ്യം എനിക്ക് കൺവിൻസ്ഡ് അല്ലായിരുന്നു. ഇപ്പൊ റീസെന്റ് ഈ ഒരാഴ്ചയാണ് ഈ ഒരു കൺവിക്ഷൻ എനിക്ക് കിട്ടിയത്. കാരണം പുതിയ ഡയബറ്റിക്കിനെ പറ്റി കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. അതിനകത്ത് ആ മരുന്നുകളുടെ ഗ്രൂപ്പുകൾ എഴുതിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ഷുഗർ കുറയ്ക്കുന്നതിനൊപ്പം പാൻക്രിയാസിന് കേടുവരുത്തും, അതുപോലെ ശരീരത്തില് ഫാറ്റിന്റെ അളവ് കൂടും, ലിപ്പിഡ്സിന്റെ അളവ്, കൊളസ്ട്രോൾ കൂടും, അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ കാരണമാകും. ഇങ്ങനെയൊക്കെ ഇതാണ് ശരിക്കും മരുന്നിന്റെ സൈഡ് എഫക്ട് എന്ന് പറയുന്നത്. ലോങ് ടൈം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് ലോങ് ടൈം കഴിച്ചാലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ എഫക്റ്റീവ് വിത്ത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് ഡയറ്റ് കൺട്രോൾ. അപ്പൊ ഇത്രയുമാണ് ഞാൻ ഇതിനെപ്പറ്റി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്.